ജാതി പറയാൻ പാടില്ല സിനിമയിൽ, അതുപോലെ മറ്റു പല പല സമൂഹത്തിൽ നിലനിൽക്കുന്നത് ആയ പല കാര്യങ്ങളും സിനിമയിൽ വന്നു കഴിഞ്ഞാൽ അത് ചില ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക അജണ്ട വെച്ച് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. ഇവരൊരു സംവിധായകൻ എന്നുള്ള രീതിയിൽ അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോടൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഈ സ്റ്റേറ്റ്മെന്റിന് എങ്ങനെ കാണുന്നു? എനിക്ക് സിനിമ ആരെയും മുറിവേൽപ്പിക്കാനുള്ള ഒരു ഉപകരണം അല്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് ഉറപ്പായിട്ട് എത്ര കാലം സിനിമ ചെയ്തു, അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ എത്ര കാലം ഉണ്ടോ അത്രയും കാലം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഒരു സമൂഹത്തെയും പ്രത്യേകിച്ച് മതസമൂഹത്തെ ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്യാനുള്ള, മുറിവേൽപ്പിക്കാനുള്ള ഉപാധിയല്ല ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മീഡിയം എന്ന് പറയുന്ന സിനിമ. കാരണം ഈ ലോകത്തെല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോഴും ദൈവമേ എന്ന് വിശ്വസിച്ച്, ഒരു മതത്തിൽ വിശ്വസിച്ച്, ഒരു ബിലീഫിൽ പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ കോൺഫിഡൻസ് കളയുന്ന ഒരു പരിപാടി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ നമ്മളിവിടെ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ നാടിൻ്റെ നിയമങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി കാണിക്കുന്നത് പോലെ സെൻസർ ബോർഡും അതിന് നിഷ്കർഷിച്ചിരിക്കുന്ന ആൾക്കാരും എന്ത് പറയുന്നോ അതിനെ പാലിച്ചുകൊണ്ട് സിനിമ ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയുന്ന കാര്യം. അതിനൊന്നും വെല്ലുവിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ പേഴ്സണലി. സക്സസ്ഫുൾ ആയിട്ട് സിനിമ വരട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. ഒരുപാട് പേർ കഷ്ടപ്പാടുണ്ട്. സാറിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടിയാണ്, അത് വലിയൊരു ഹിറ്റ് ആവട്ടെ. 24-ാം തീയതി കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? 24-ാം തീയതി കാണാൻ വരുന്ന പ്രേക്ഷകരോട് നമ്മൾ എല്ലാ സിനിമയും, ഞങ്ങളുടെ സിനിമ മാത്രമല്ല എല്ലാ സിനിമയും വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന സിനിമകളാണ്. അപ്പോൾ കോവിഡൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, നമ്മൾ ആശങ്കപ്പെട്ടിട്ടുണ്ട് ഇനിയൊരു നല്ല കാലം ഉണ്ടാവും, തിയേറ്ററിലേക്ക് ആൾക്കാർ തിരിച്ചു വരുമെന്നൊക്കെയുള്ള. പക്ഷെ അതൊക്കെ മാറിയിട്ട് മലയാളം സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് 1000 സെല്യൂട്ട് അടിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. എന്ത് തരം കണ്ടന്റും നല്ലതാണെങ്കിൽ, എത്ര റിവ്യൂ ബോംബിംഗ് ഉണ്ടെങ്കിലും നല്ല സിനിമ വിജയിപ്പിക്കുന്ന പ്രേക്ഷകരെ അവരെ തന്നെയാണ് ഞങ്ങൾക്ക് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു രീതിയിലുള്ള വീരവാദമോ ക്ലെയിമോ ഈ സമയത്ത് ഞങ്ങൾ ചെയ്യുന്നില്ല. 24-ാം തീയതി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കും തലവൻ എങ്ങനെയുണ്ടെന്നുള്ളത്. നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള രീതിയിൽ പക്ക കൊമേഴ്ഷ്യൽ സിനിമയായിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഞങ്ങൾ പ്രേക്ഷകനെയും ദൈവത്തിനെയും മാത്രം വിശ്വസിക്കുന്നു. നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ പടം കാണണം. നിങ്ങൾക്ക് എന്ത് തന്നെ തോന്നിയാലും ആത്മാർത്ഥമായിട്ടുള്ള ഹോണസ്റ്റ് ഒപ്പീനിയൻ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എഴുതണം, നിങ്ങൾ പറയണം.